നമസ്കാരം. നിങ്ങളിൽ ഭൂരിപക്ഷം പേരും ഇന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ന് നമ്മൾ ഇവിടെ വെച്ച് കാണാമെന്നുള്ളത് അറിയിച്ചത്. ഇന്ന് രാവിലെ ദുഃഖവെള്ളിയുമായിട്ടനുബന്ധിച്ച് അതിൻ്റെ ശുശ്രൂഷകൾ എല്ലാ പള്ളികളിലും നടക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായി അതിൽ പങ്കെടുത്ത് അതിനുശേഷമാണ് ഇവിടെ എത്തിച്ചേർന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ അത്യന്തം ഹീനവും അതിക്രൂരവുമായിട്ടുള്ള ആക്രമണമാണ് സൈബർ ഇടത്തിൽ നടക്കുന്നത്. അതിൽ സെക്ഷലി അബ്യൂസീവായിട്ടുള്ള വാക്കുകളും അതോടൊപ്പം അസഭ്യവും ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളാണ് പോസ്റ്റുകൾക്ക് താഴെ ഉണ്ടാകുന്നത്. ഒരു വ്യക്തിക്കെതിരെയും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഒരു വ്യക്തിക്കെതിരെയും ഉണ്ടാകാൻ പാടില്ല, ഒരു സ്ത്രീക്കെതിരെയും ഉണ്ടാകാനായിട്ട് പാടില്ല. പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത നിലയിലുള്ള ആക്രമണമാണ് സൈബർ ഇടങ്ങളിൽ ഉണ്ടാകുന്നത്, പ്രത്യേകിച്ചും ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പം അതിനെതിരെ പാർട്ടി തീരുമാനമനുസരിച്ച് ബഹുമാനപ്പെട്ട ഓമല്ലൂർ ശങ്കരൻ സാർ ഇന്ന് ജില്ലാ വരണാധികാരിക്കും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനായിട്ട് ഉള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തെരഞ്ഞെടുപ്പ് മായിട്ട് ബന്ധപ്പെട്ട് തന്നെ പോസ്റ്റുകൾക്കടിയിൽ നിരന്തരമായി വന്ന് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് എല്ലാ അതിരുകളും വിട്ടുകൊണ്ട്, എല്ലാ പരിധികളും വിട്ടുകൊണ്ടുള്ള ആക്രമണം, വ്യക്തിയധിക്ഷേപം, അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ അസഭ്യം, സെക്ഷലി അബ്യൂസീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക. അപ്പോൾ ഒരു വ്യക്തികൾക്കെതിരെയോ സ്ത്രീകൾക്കെതിരെയോ, പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത നിലയിലുള്ള ആക്രമണം ആണ് ഉണ്ടാകുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതി ഇന്ന് ഉച്ചയോട് കൂടിയിട്ടാണ് നൽകിയിട്ടുള്ളത്. ഒരു നാടകം പൊളിഞ്ഞപ്പോൾ വീണ്ടും ഇടതുമുന്നണി അടുത്ത നാടകവുമായി വരുന്നു എന്ന തരത്തിലായിരുന്നു ഈ കാര്യം ചോദിച്ചപ്പോൾ അതുകൊണ്ടാണല്ലോ പരാതി നൽകിയത്. പരാതി അന്വേഷിക്കട്ടെ, പരാതി അന്വേഷിച്ചതിന് ശേഷം അതിൽ ഇത്തരത്തിൽ ആരാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളത് കണ്ടെത്തട്ടെ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് പരാതി നൽകിയിട്ടുള്ളത്. സാധാരണ മറ്റു സ്ഥാനാർത്ഥികൾക്കെതിരെ ഞാനൊരു കാര്യവും പറയില്ല, ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഉണ്ടാകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. വ്യക്തി അധിക്ഷേപവും ആക്ഷേപവും അത് തുടരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ആ സ്റ്റേറ്റ്മെൻറ്റും കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമൻറ്റ് വരുമ്പോൾ, ഇങ്ങനെയുള്ള ഒരു ആക്രമണം വരുമ്പോൾ സാധാരണ നിലയിൽ എതിർ സ്ഥാനാർത്ഥിയാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഒരു വ്യക്തിക്കെതിരെ, ഒരു സ്ത്രീക്കെതിരെ, ഒരു എതിർ സ്ഥാനാർത്ഥിക്കെതിരെ ഇത്തരത്തിലുള്ള ആക്രമണം, പ്രത്യേകിച്ചും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഫേസ് ചെയ്യുമ്പോൾ അതിൽ ആ നിലപാടല്ല സാധാരണ നിലയിൽ എടുക്കുന്നത്. അത് നമുക്ക് കാണാനായിട്ട്, അത് എല്ലാവർക്കും അറിയാം. അങ്ങനെയല്ല സാധാരണ നിലയിൽ എടുക്കുന്ന ഒരു നിലപാട്, അങ്ങനെയല്ല. പക്ഷെ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ളൊരു നിലപാട് എടുക്കുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അന്വേഷിക്കട്ടെ. തീർച്ചയായിട്ടും അതില് ആ നിലയിലുള്ള നിലപാടും സമീപനവുമാണെന്നുള്ളത് ആണല്ലോ നമുക്ക് അതിലൂടെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് ഇത് അന്വേഷിക്കട്ടെ. ഇപ്പോ ഈ പറഞ്ഞ ആൾ അതൊരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ആ നിലയിൽ ഉള്ള പരാമർശങ്ങൾ ഞാൻ നടത്തുന്നില്ല. പക്ഷെ സാധാരണ നിലയിൽ സ്വീകരിക്കുന്ന ഒരു നിലപാടല്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, നമ്മുടെ ഒരു സമൂഹത്തിൽ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ടുള്ള ഒരു സൈബർ ഇടത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണം ഏറ്റുവാങ്ങുന്ന അല്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഉള്ള അങ്ങനെ ഒരു പ്രശ്നം ഉയർന്നു വരുമ്പോൾ അതിൽ സ്വീകരിക്കുന്ന ഒരു നിലപാടല്ല സ്വീകരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത്രേ ഉള്ളൂ. അതെ. പക്ഷെ അതിന്റെ ആദ്യത്തെ സെന്റൻസും അതും കൂടെ യോജിക്കുന്നില്ലല്ലോ. ആദ്യം പറഞ്ഞ കാര്യവും ഈ പറഞ്ഞത് കാര്യവും കൂടി യോജിക്കുന്നില്ല. അതുകൊണ്ട് ഇത് എന്തായാലും അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട്
അതുകൊണ്ടാണ് പരാതി നൽകുന്നത്. എല്ലാത്തിനും ഒരു പരിധിയില്ലേ? എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ. അപ്പൊ ആ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടുള്ള നിലയിലേക്ക് കാര്യങ്ങൾ, അസഭ്യം മാത്രം പറയുക, അത് വായിക്കാൻ പറ്റാത്ത കമന്റുകൾ വന്ന് പോസ്റ്റ് ചെയ്യുക, ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ സൈബർ ടീമുകൾ ആണോ ഇതിന് പിന്നിൽ സംശയിക്കുന്നുണ്ടോ? അത് അന്വേഷിക്കട്ടെ. എന്തായാലും അത് നമ്മൾ പരാതി നൽകിയിട്ടുണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അന്വേഷിക്കട്ടെ ആരാണ് അതിന് പിന്നിലുള്ളത് എന്നുള്ളത്. എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ആത്മഹത്യയിൽ കിടക്കുന്നത്? അവർക്ക് തോൽവി ഭയന്നിട്ടാണോ തോന്നുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാനുള്ളതേ ഉള്ളൂ അല്ലേ? തീർച്ചയായിട്ടും ഊഹിക്കാനുള്ള കാര്യമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഇന്നിപ്പം എൻ്റെ അടുത്ത് ഇവിടെ പറയുകയുണ്ടായി, പത്തനംതിട്ടയിലുള്ള നമ്മുടെ അബാൻ ഫ്ലൈ ഓവറിൻ്റെ അവിടെ ഓട്ടോ ഓടിച്ചു എന്നുള്ളത് പറഞ്ഞു. പക്ഷെ ആ ഓട്ടോ നമ്മൾ നിർമ്മിച്ച BMNBC റോഡുകളിലൂടെ വന്ന് സ്റ്റേഡിയത്തിന്റെ, ആ കാടുമൂടി കിടക്കുന്ന സ്റ്റേഡിയത്തിന്റെ അവിടെ വരെ ഓടിക്കേണ്ടിയിരുന്നു. കാരണം കല്ലിട്ടെടുത്ത് 10-20 വർഷമായിട്ട് കല്ലിടുന്ന സ്റ്റേഡിയത്തിന്റെ അവിടെ ഓടിക്കേണ്ടിയിരുന്നു. ഒരു 3 തവണയെങ്കിലും കുറഞ്ഞത് 3-4 തവണ അവിടെ കല്ലിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഓടിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. ഞാൻ ഓട്ടോയിൽ സഞ്ചരിച്ചിട്ടുണ്ട്, നടന്നു വന്നിട്ടുണ്ട്, ബസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. പക്ഷെ അങ്ങനെ അവിടെ മാത്രമല്ല, അവിടെ കൊണ്ട് നിർത്തേണ്ടിയിരുന്നില്ല. നമ്മൾ അവിടെ നിന്ന് BMNBC ചെയ്ത റോഡുകളിലൂടെ കടന്നു വന്ന് നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പണിയാൻ 2 പതിറ്റാണ്ടായിട്ട് തീരുമാനിച്ച് മുന്നോട്ട് കല്ലിട്ട ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ അവിടെ വന്ന് കാടുമൂടി കിടക്കുന്നിടത്ത് വരെ ഓട്ടോ ഓടിക്കേണ്ടിയിരുന്നു. അപ്പോൾ ഇതാണ് അതിനുള്ള ഉത്തരം. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വികസനം, നമ്മുടെ ആറന്മുള നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ 10 വർഷം മുൻപുള്ള ആറന്മുള നിയോജക മണ്ഡലമല്ല ഇപ്പോഴുള്ള ആറന്മുള നിയോജക മണ്ഡലം. അപ്പോൾ തീർച്ചയായിട്ടും ആ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി ജനങ്ങൾക്ക് മുൻപാകെ അനുഭവവേദ്യമാകുന്ന വികസന പ്രവർത്തനങ്ങളാണ്. അതിന് ജനപിന്തുണയുണ്ട്. അതിന് കുടിവെള്ള പദ്ധതിയാണെങ്കിലും റോഡാണെങ്കിലും പാലമാണെങ്കിലും രാഷ്ട്രീയ കക്ഷിഭേദമന്യേ ആറന്മുളയുടെ പൊതുസമൂഹം ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇടതുപക്ഷം ആത്മവിശ്വാസത്തോടെ, വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനം നടത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം 2021 മികച്ച ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷത്തിന് ആറന്മുളയിൽ വിജയമുണ്ടാകും.